മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയെ പരിചയപ്പെടുത്തുക, അവരെ ബഹുമാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുക, അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക, അവരുടെ മൂല്യവത്തായ സ്ഥാനമാനങ്ങളെക്കുറിച്ച് പ്രശംസിക്കുക തുടങ്ങിയതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. ഒരു ഹദീസ് തൽവിഷയമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസ് ഇമാം അലി റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അർബഅത്തുൻ അനലഹും ഷഫീഉൻ യൗമൽ ഖിയാമത്തി, 4 വിഭാഗം ആളുകൾ അന്ത്യനാളിൽ ഞാൻ അവർക്ക് ശുപാർശകനായിരിക്കും. അൽ മുക്രിമിനു ദുരിയത്തി, ഒന്ന് എൻ്റെ സന്താന പരമ്പരയെ ആദരിക്കുന്നവർ. വൽ ഖാദി ലഹും ഹവായിജഹും, അവരുടെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കുന്ന ആളെ. മൂന്നാമത്തെ വിഭാഗം വസാഴി ലഹും ഫി ഉമൂരിഹിം, അവരുടെ വിഷയങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ. ഇന്ദ മൽത്തറു ഇലൈഹി, അവരേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് അനിവാര്യത വരുമ്പോൾ, എന്തെങ്കിലും സങ്കീർണതകളിൽ കുടുങ്ങിപ്പോകുമ്പോൾ അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആൾ. നാലാമത്തത് വൽ മുഹിബ്ബുലഹും ബി ഖൽബിഹി വലിസാനിഹി, നാവ് കൊണ്ട് അവരെ വാഴ്ത്തിക്കൊണ്ടും ഹൃദയം കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടും അവരോടുള്ള അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ. ഈ 4 വിഭാഗങ്ങൾക്ക് അന്ത്യനാളിൽ ഞാൻ ശുപാർശകനായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിന് വിപരീതമായി ഉണ്ടാകുന്നവരുടെ ഗതികേട് എന്തെന്ന് പറയേണ്ട ആവശ്യവുമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാദാത്യങ്ങളെ, സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.